നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു കണ്ടീഷനാണ് സ്കിന്നിൻ്റെ ഒപ്പിയിൽ കഴുത്തിന് പുറകിലുള്ള ബ്ലാക്ക് നിറം അതൊന്ന് മാറ്റി തരുമോ ഡോക്ടറെ ചോദിച്ചിട്ട് വരാറുണ്ട്. അപ്പോൾ ആ കഴുത്തിന് പുറകിലുള്ള ബ്ലാക്ക് നിറത്തിന് പറയുന്ന പേരാണ് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ്. അത് യൂഷ്വലി കാണുന്നത് കഴുത്തിൻ്റെ പുറകിൽ, കക്ഷത്ത്, പിന്നെ നമ്മുടെ ഗ്രോയിങ് റീജിയൻ, അതായത് കാലിൻ്റെ ഇടുക്കുകളിൽ, ഇങ്ങനെയുള്ള റീജിയനിലാണ് കൂടുതലായിട്ട് കാണാറുള്ളത്. അതായത് ഒരു എലിവേറ്റഡ് ആയിട്ടുള്ള വെൽവെറ്റി അപ്പിയറൻസ് ഉള്ള ഒരു ഹൈപ്പർ പിഗ്മെൻറ്റേഷനെ പറയുന്ന പേരാണ് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ്. ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് അങ്ങനെ കറുപ്പ് നിറം ആവല്ല ചെയ്യുക. ഇങ്ങനെയൊക്കെ കുറേശ്ശെ ഇത്തിരി ആയിട്ട് വന്ന് അത് കൂടുതലായിട്ട് ഒരു എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആയി മാറും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് അതായത് ഇച്ചിങ്ങോ റെഡ്നെസ്സോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവണമെന്നില്ല. പിന്നെ ഇത് യൂഷ്വലി കാണുന്നത് ഒബിസിറ്റി ഉള്ള പേഷ്യൻസ്, അതുപോലെ തന്നെ PCOS ഉള്ള പേഷ്യൻസ്, അതുപോലെ തന്നെ ഡയബറ്റീസ്, ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഒരു ക്യൂട്ടേനിയസ് മാർക്കർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. ഈ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് ചില മെഡിക്കേഷൻസ് കൊണ്ടും നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ്സ്, അതുപോലെ തന്നെ നിക്കോട്ടിനിക് ആസിഡ് അടങ്ങിയിട്ടുള്ള മരുന്നുകൾ, ഇതൊക്കെ ഇൻടേക്ക് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, അതായത് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇതിന് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആയുർവേദ കോസ്മെറ്റോളജിയിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബേസിക് ലെവലായിട്ടുള്ള സ്റ്റബേൺ അല്ലാത്ത പിഗ്മെൻറ്റേഷൻ ആണെങ്കിൽ നമുക്ക് ആയുർവേദ കോസ്മെറ്റോളജിയിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതല്ല ഭയങ്കര സ്റ്റബേൺ ആയി കുറേ വർഷങ്ങളായിട്ടുള്ള ബ്ലാക്ക് പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആണെങ്കിൽ നമുക്കതിനെ കെമിക്കൽ പീലിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ലേസേഴ്സ് മെത്തേഡ് അത് യൂസ് ചെയ്താൽ മാത്രമേ അതിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ രീതിയിൽ കഴുത്തിന് ചുറ്റോ അല്ലെങ്കിൽ കക്ഷത്തോ ഇങ്ങനെ പാടുകൾ വരുന്നത് കാണുമ്പോൾ അപ്പോൾ തന്നെ ഒരു കോസ്മെറ്റോളജി കൂടി അറിയുന്ന ഒരു ഡോക്ടറിനെ കാണുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് പീരീഡിൻ്റെ ഉള്ളിൽ എത്തുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വേഗം റിക്കവറി കിട്ടും.